ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രാവൽ പാർട്ണറുടെ കൂടെയുള്ള മേഘാലയ ഡ്രൈവിലെ ലാസ്റ്റ് ഡേയിലെ ലാസ്റ്റ് വീഡിയോ ആണ്. സത്യത്തിൽ കിഷോർ ഭായിയുടെ ഐഡിനറിയിൽ ഈ സാധനമൊന്നും ഇല്ലായിരുന്നു. എന്നാലും കിഷോർ ഭായി പറഞ്ഞു നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് ചില്ലായിട്ട് പോകാം, നിങ്ങളെ കൊണ്ട് എന്താ പറയുക നമ്മുടെ എയർബിഎംബിയിൽ ആക്കുന്നതിന് മുന്നേ നമുക്ക് വേറെ സ്ഥലം കൂടി പോകാമെന്ന് പുള്ളി ഞങ്ങളെ കൊണ്ടുപോയതാണ്. നമ്മൾ വന്നത് എലിഫൻറ്റ് ഫോൾസ് കാണാനാണ്. ഈ ഷില്ലോങ് ടൗണിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ മേഘാലയ വരുന്ന ഷില്ലോങ്ങിലെത്തുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ എലിഫൻറ്റ് ഫോൾസ് കാണും, അല്ലെങ്കിൽ ആനയുടെ വാട്ടർഫോൾ, അല്ലെങ്കിൽ ആന ഫോൾസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഈ എലിഫൻറ്റ് ഫോൾസ് എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും അതിൻ്റെ ശരിക്കുള്ള പേരിന് കസീദ് ലൈ പറ്റേങ് കൊഷ്വ. ഈ പ്രൊനൗൺസിയേഷൻ ഇതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി, കണ്ടെത്താൻ പറ്റും. ഇതിൻ്റെ മീനിങ് എന്താണ്, അതായത് കാസി ലാംഗ്വേജിലുള്ള ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ 3 സ്റ്റെപ്പ് വാട്ടർഫോൾ, അല്ലെങ്കിൽ 3 സ്റ്റെപ്പായിട്ടുള്ള വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. ഇത് അതിൽ 3 സ്റ്റെപ്പായിട്ട് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം കിടക്കുന്നത്. കാരണം ഇത് മേഘാലയ ഒരുവിധപ്പെട്ട മിക്ക വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണണമെങ്കിൽ താഴേക്ക് ട്രക്ക് ചെയ്യണം, കുറച്ചധികം ദൂരം നടക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു മൊത്തത്തിലൊരു 150-200 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയാൽ മതി. അത് വളരെ പറ്റുന്നതാണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റുന്ന കാര്യം. കാരണം ഓരോ ലെയറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയറാണ് അതിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്നത്. നമുക്ക് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തെയും വരുന്നത്. ഇവിടെയും എൻട്രി ഫീസസ് ഉണ്ട്, പാർക്കിംഗ് ഫീസസ് ഉണ്ട്. നിങ്ങൾ ക്യാമറ എടുക്കുന്നെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് എന്തോ ചാർജ് നമ്മൾ നമ്മുടെ കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നു, അതുകൊണ്ട് സീനില്ല. അവിടെ എന്താ പറയുക, ഫുഡും ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ഈ ഷില്ലോങ് ടൗണിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ക്രൗഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രൗഡ് മാത്രമല്ല, ആ സിറ്റിയുടേതായ ഒരു വൈബും കിട്ടുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ മീൻസ് എന്താ പറയുക, നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു നല്ലൊരു പുൽത്തകിടിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുൽത്തകിടിയോ അല്ലെങ്കിൽ ഒരു ഗ്രാസ് ലാൻഡ് പോലെ സംഭവം കാണാൻ പറ്റും. ചെറുങ്ങനെ അവർ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ആ മേളിൽ പോയിന്നാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. ആ ഗ്രാസ് ലാൻഡിൻ്റെ മുകളിലെ റോഡിൽ പോയിന്നാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ അടുത്തിരുന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം എന്താ പറയുക, ഈ മൺസൂണൊക്കെ കഴിഞ്ഞു. ഈ 3 ലെയർ അത്ര അഗ്രസീവായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. നമുക്ക് ആ ഒരു അഗ്രസീവ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ മൺസൂൺ സമയത്ത് ചെല്ലണം. ജൂൺ ടു സെപ്റ്റംബർ ചെന്നാൽ അതിൻ്റെ ഒരു സൂപ്പർ മാക്സിമം വാട്ടർ ഫ്ലോയിലൊക്കെ കാണാൻ വേണ്ടി നമുക്ക് പറ്റും. അല്ലാതെ ഈ ഒക്ടോബർ നവംബറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോസ്റ്റ് മൺസൂൺ വിൻ്ററിനൊക്കെ മുന്നെയാണ് ചെല്ലുന്നെങ്കിൽ വെള്ളച്ചാട്ടം കാണത്തില്ല. ഈ 7 സിസ്റ്റർ ഫോൾ മേഘാലയ പോകുന്ന എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങൾ ചിറാപുഞ്ചിയിൽ നിന്ന് 7 സിസ്റ്റർ ഫോൾ പോകാൻ വേണ്ടി ഇരുന്ന ദിവസം നമ്മുടെ കിഷോർ ഭായി വേറെ ആളോട് വിളിച്ച് ചോദിച്ചു പറഞ്ഞു 7 സിസ്റ്റർ പോയിട്ട് 1 സിസ്റ്റർ പോലും ഇല്ല. അപ്പോൾ നമ്മുടെ എയർബിഎംബി താമസിക്കുന്ന പുള്ളിയും പറയുന്നുണ്ടായിരുന്നു, ഇല്ല ബ്രോ അവിടെ പോയിട്ട് കാര്യമില്ല, ഞാൻ ഇന്നലെ പോയായിരുന്നു, ഒരു നൂല് പോലെ ഒലിച്ച് വരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വെള്ളച്ചാട്ടങ്ങൾ കാണാനാണെങ്കിൽ മൺസൂൺ സമയത്ത് പോവാം, മേഘാലയ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത്. അതല്ല നിങ്ങൾക്ക് ട്രക്കിങ്ങും ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ എക്സാക്ട്ലി കാണണമെങ്കിൽ ഒരു എന്താ പറയുക, ഒക്ടോബർ സെപ്റ്റംബറിൽ തന്നെ പോയി. സെപ്റ്റംബറൊക്കെ തന്നെ പിന്നെ കുറേയൊക്കെ കാണാൻ പോയി. ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് വെള്ളങ്ങളൊക്കെ വറ്റി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ആ ഒരു വിൻ്ററിലേക്ക് അത് പാസ് ചെയ്യുക. അത് വലിയ ശോകം പിടിച്ച സമയമാണ്. പക്ഷേ ട്രക്കിംഗ് ഒക്കെ ഇപ്പോൾ ഡബിൾ ടെക്കർ ബ്രിഡ്ജിൻ്റെയൊക്കെ ട്രക്കിങ്ങൊക്കെ പോകുന്ന ആൾക്കാർക്ക് അത് നൈസാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഈ എലിഫൻറ്റ് ഫോൾസ് എന്ന പേര് കൊടുത്തത് ബ്രിട്ടീഷുകാരായിരുന്നു. കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഒരു വലിയൊരു പാറ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആനയുടെ മുഖം പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവർ ഇതിനെ എലിഫൻറ്റ് ഫോൾസ് എന്ന് വിളിച്ചു. പക്ഷേ ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ആ പാറ ഒരു ഭൂകമ്പത്തിൽ തകർന്നു പോയിരുന്നു. പക്ഷേ ആ പേര് നമ്മൾ ആ ബ്രിട്ടീഷുകാർ വിളിച്ച ആ പേര് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. എന്ത് തന്നെ പറയാൻ ഗൈസ്, ഈ ഒരു വെള്ളച്ചാട്ടം ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താനും അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ആഗ്രഹമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ എനിക്ക് വലുതായിട്ട് ഇതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. രാമു, നിനക്ക് തോന്നിയിരുന്നോ? ഇല്ല, ഒരു നോർമൽ വാട്ടർഫോൾ അല്ലേ? അതെ. സത്യത്തിൽ ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു നോർമൽ വാട്ടർഫോൾ, പിന്നെ എല്ലാവരും കാണുന്ന സ്ഥലം വന്ന് കാണുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്ക് ഒന്നും തോന്നിയില്ല. കാരണം ഞങ്ങൾ അവിടെ നിന്ന് പറയുകയും ചെയ്തു, ജസ്റ്റ് താഴേക്ക് ഇറങ്ങുന്നു, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്ലോ കാണുന്നു, വരുന്നു. മേ ബി നമ്മുടെ ഈ മൺസൂൺ സമയത്ത് അത് അഗ്രസീവായിട്ടായിരിക്കണം. ആ ഒരു വെള്ളം ഉറവ പലയിടത്തും വരുന്നുണ്ടായിരുന്നു. അതെ, ആ ഉറവകൾ വരുന്നു. അത് വലിയ രസമാണ്. കാരണം ഉറവ ഇങ്ങനെ ഈ റൂട്ടിൻ്റെ ശരിയാട്ടോ, അത് രസമാണ്. കാരണം നമ്മൾ ഈ പോസ്റ്റ് മൺസൂൺ പോയതിനു ശേഷം ആയിട്ട് പോലും ഈ മരത്തിൻ്റെ വേരുകളിൽ കൂടെ മേളിൽ കൂടിയൊക്കെ നമ്മൾ നടക്കുന്ന വഴിയിലൂടെ ഈ വെള്ളം വീഴുന്നുണ്ട് നമ്മുടെ തലയ്ക്കൊക്കെ. പക്ഷെ അതൊരു രസമാണ്. അപ്പോൾ നോക്കി, മൺസൂൺ സമയത്ത് പോയി കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. നിങ്ങൾ കാണുന്നുണ്ട് ഈ വീഡിയോയിൽ ആ നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന സമയത്ത് തൊട്ട് മുകളിലെ മരത്തിൻ്റെ വേരിൽ കൂടി ഇങ്ങനെ ഉറവകൾ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്ത സമയത്ത് അതായിരുന്നു അവസ്ഥയെങ്കിൽ മൺസൂൺ സമയത്ത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾ മൺസൂൺ സമയത്താണ് പോകണമെങ്കിൽ നല്ലൊരു ഷൂ കരുതുക, റെയിൻ കോട്ട് കരുതുക. കാരണം ആ പണി കിട്ടാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ കാരണം ചിലപ്പോൾ സ്ലിപ്പ് ആവാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ വലിയ തലവേദനയൊന്നുമില്ല. വളരെ ചില്ലായിട്ട് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് റിലാക്സ് ചെയ്ത് കഴിച്ച്
നമുക്ക് ചില്ലായിട്ട് നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് കുറച്ച് ഫാമിലി ആയിട്ട്. ഞങ്ങൾക്കൊക്കെ എന്തുവാ വന്നു കണ്ടു എക്സ്പീരിയൻസ് ചെയ്തു വന്നു. വേറെ കുറേ വെള്ളച്ചാട്ടങ്ങൾ കണ്ടുകൊണ്ടാകണം വലുതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ തൊട്ട് അടുത്ത വീഡിയോസ് വരുന്നത് ഷില്ലോങ് എക്സ്പ്ലോറേഷൻ എന്ന് പറയാൻ പറ്റില്ല. അടുത്തൊരു 5 ദിവസത്തോളം ഞങ്ങൾ ഷില്ലോങ്ങിൽ താമസിച്ച് കുറേ മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. ഇനി ഒരു 10-30 ദിവസം ഷില്ലോങ്ങാണ്. 10-30 ദിവസമൊന്നും വരില്ല, 30 വരില്ല. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇയാൾക്ക് 2 മണിക്ക് ഓഫീസ് ചാലുവാകുന്നു, എനിക്ക് 4:30 ഓഫീസ് ചാലുവാകുന്നു. രാവിലെ 4:30 ഓഫീസ് ചാലുവായി, 1:30 2 o'clock ബന്ദ് ചെയ്ത് 5 മണി 5:30 മണിക്ക് 5:30 ഞങ്ങൾ എണീറ്റ് ട്രാവൽ ചെയ്ത് തുടങ്ങും. ഹാർഡ്ലി ഒരു 3 to 4 hours ആയിരുന്നു ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സ്ലീപ്പ്. അപ്പം എക്സൈറ്റിംഗ് ആയിട്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട്, സ്കിപ്പ് ചെയ്ത് കാണുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ, ലവ് യു ഓൾ.